ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയൻ കൊച്ചിനെ തപ്പി എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുക കേട്ടോ. നികേഷ് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ആ സമയത്ത് നിധിയും അച്ഛനും കൂടെ അവിടെ വീട്ടിലിരിക്കുക. അച്ഛനും ഭയങ്കര ടെൻഷൻ, അതുപോലെ നിധിക്കും ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിധിയുടെ മനസ്സിലേക്ക് നികേഷ് നേരത്തെ പറഞ്ഞൊരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചെസ്സ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നികേഷും നിധിയും കൂടെ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം താൻ സ്റ്റാർ സിംഗർ കാണുന്നതിനെ പറ്റിയും അതുപോലെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ. ഇവിടെ തൊട്ടടുത്തൊരു ബീച്ചുണ്ട്, വലിയച്ചിറ എന്നാ ബീച്ചിൻ്റെ പേര്. അവിടെ കുറച്ച് മാറി ഒരു പാറക്കെട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. അവിടെ പോയി ഞാൻ കുറേ നേരം ഇരിക്കും. കടൽ തിരമ്പുന്നത് നോക്കിയിരുന്നാൽ വിഷമങ്ങളൊക്കെ പതി ഇല്ലാണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മാത്രം നിനക്ക് വിഷമം താഴാന്ന് നിധി ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് നികേഷ് പറയാട്ടോ. വീട്ടിലെ ചേട്ടന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടാകുമെന്ന് നികേഷ് നിധിയോട് പറയണം. അതുപോലെ അവിടെ ഞാൻ കുറേ നേരം പോയി ഇരിക്കും എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ അത്രയ്ക്ക് വിഷമവും ഒക്കെ ഒരാൾക്കുണ്ടാവുമോ? ഈ വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ ഏട്ടത്തിക്ക് തോന്നിയല്ലോ എന്ന് നിധിയോട് അന്ന് നികേഷ് പറഞ്ഞിരുന്നു. ഏട്ടത്തി വന്നതിന് ശേഷമാണ് ഈ വീടൊരു വീടായത്. മുൻപൊക്കെ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും സുധീഷേട്ടനും ഹരീഷേട്ടനും വഴക്കുണ്ടാക്കുമായിരുന്നു. പിന്നെ 2 ദിവസം ആ അടി നിൽക്കും. അടിയെന്നൊക്കെ പറഞ്ഞാലേ ശരിക്കുള്ള അടിയായിരുന്നു നീ. ഓഹ് എൻ്റെ പൊന്നെ, എനിക്കത് കാണുമ്പോൾ ശരിക്കും കരച്ചിൽ വരുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇനി അങ്ങനെ അടിയില്ലാതെ നമുക്ക് നോക്കാട്ടോ എന്ന് നികേഷിനോട് പറഞ്ഞു. അപ്പോൾ ഇനി ഏട്ടത്തിൻ്റെ കളിയാണെന്ന് പറഞ്ഞ് ഇവർ കളിച്ചപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിധി പെട്ടെന്ന് ആലോചിച്ചു. അപ്പോൾ തന്നെ നിധി ഫോൺ എടുത്ത് ഇങ്ങനെ സുധീഷിനെ വിളിക്കുക. അപ്പോൾ സുഭാഷും ഉണ്ട് കൂടെ. ഹലോ നിധി, പറഞ്ഞോളാം പറഞ്ഞു. എന്താ അവനെ കിട്ടിയോന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം അതെ ഞാനൊരു സ്ഥലം പറയട്ടെ, അവിടെ ഒന്ന് പോയി നോക്കുമോ എന്ന് നിധി പറഞ്ഞു. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ബീച്ചിനെ പറ്റി പറഞ്ഞിരുന്നു എന്നും സങ്കടം വരുമ്പോഴൊക്കെ അവൻ അവിടെ പോയി ഇരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബീച്ചോ? ഏത് ബീച്ച്? അപ്പോൾ അത് പിന്നെ അത് ഇവിടെ അടുത്ത് ഏതോ ഒരു തറയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വലിയ തുറവല്ലാണോ? അത് തന്നെ അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണം. അവിടെ ഒരു വലിയ പാർക്കെട്ടുണ്ട്. അവിടെ അവൻ സങ്കടം വരുമ്പോൾ പോയി ഇരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് അവിടെ പോയി നോക്കുമെന്ന് നിധി ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ അങ്ങ് കട്ട് ചെയ്ത്. അപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ആദ്യം പിടിച്ചിരിക്കുക. അപ്പോൾ എന്താ നിധി പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷ് ഭയങ്കര ടെൻഷൻ. അപ്പോൾ നിധി പറഞ്ഞ കാര്യത്തെപ്പറ്റി പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ബീച്ച് ലക്ഷ്യം വെച്ച് പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും ബീച്ചിൽ ചെന്നു. അവിടെ ഇവിടെ എല്ലാം നോക്കി. പിന്നെ പറഞ്ഞ പാറക്കെട്ട്, ആ പാറക്കെട്ടിൻ്റെ മുകളിൽ ഇവർ കയറി ഇറങ്ങും കേട്ടോ. അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ സുഭാഷ്, എടാ മോനെ നീ എവിടെയാടാന്ന് ചോദിച്ചാൽ അലറിക്കരയുക സുഭാഷ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നികേഷ് അവിടെ ഇരിക്കുന്നു. നികേഷിനെ കണ്ടപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ ഓടി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ നികേഷ്, ചേട്ടൻ എന്തിയേ എന്ന് ചോദിച്ചു സുധീഷിനോട്. അപ്പോൾ നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് സുധീഷ് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇത്രമാത്രം അവിടെ നോക്കിയിരിക്കാൻ എന്താണ് ഉള്ളത്? തിരയടിക്കുന്ന വെള്ളം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു സുധീഷ്. അല്ല ഇനി ഗേൾ ഫ്രണ്ടിനെ കൂട്ടി എങ്ങനെ വന്നതാണോടാ എന്നൊക്കെ സുധീഷ് നികേഷിനോട് ചോദിക്കട്ടോ. അപ്പം നികേഷ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയാടാ, എന്തിയാടാ, അവളെന്തേ, ഞങ്ങളെ കണ്ടപ്പോൾ മറിഞ്ഞിരിക്കാനോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ സുധീഷ്. അപ്പോൾ അല്ല എന്ന് പറഞ്ഞു നികേഷ്. അല്ലേ, ശരി, നിൻ്റെ ഫോൺ എന്തിയെന്ന് ചോദിച്ചു. അപ്പോൾ നികേഷ് ഫോൺ ഇങ്ങനെ നോക്കി. ഫോൺ നീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അത് ചാർജ് തീർന്നു പോയതാണെന്ന് പറഞ്ഞു കേട്ടോ. ഓ, കോളേജ് വിട്ടാലുടനെ നീ വീട്ടിലെത്താറുള്ളതല്ലേ? ഇന്നിപ്പോൾ രാത്രി ആയല്ലോ, എന്നിട്ടും നീ വീട്ടിലോട്ട് പോകാത്ത എന്താണെന്ന് സുധീഷ് ചോദിച്ചു. സുഭാഷ് കരഞ്ഞപ്പുറം ഇരിക്കുക. എന്നാൽ പിന്നെ നിനക്ക് ഇവിടെയായിരുന്നു ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നോടാ? ഇവിടേക്കായിരുന്നു നീ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പൊതി കപ്പലണ്ടിയായിട്ട് ഞാനും കൂടെ വന്നിരിക്കുമായിരുന്നല്ലോ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ നികേഷിനോട് പറയാം. അല്ല അതൊക്കെ പോട്ടെ, നിനക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നികേഷിന് ഭയങ്കര കരച്ചില്ല. ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം നിനക്കെന്താ പേടിയില്ലേ? അപ്പം ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായതെന്ന് നികേഷ് ചോദിച്ചപ്പം അത് നല്ല ചോദ്യമായി. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി വീട്ടിലെത്തേണ്ട പയ്യൻ വൈകിട്ട് 6 മണിയായിട്ടും രാത്രി 8 കണ്ടില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എന്താ അന്വേഷിക്കേണ്ടേടാന്ന് ചോദിച്ചു. അപ്പോൾ നികേഷ് ഇന്ന് കരയാൻ തുടങ്ങി. തിരുവനന്തപുരം മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചു. ഞാനൊരു വഴി, സുഭാഷേട്ടൻ വേറൊരു വഴി, ഹരീഷ് വേറൊരു വഴി. എൻ്റെ അമ്മോ, അങ്ങനെ കറങ്ങി അവസാനം ഇവിടെ എത്തിയെന്നൊക്കെ സുധീഷ് ഇങ്ങനെ കരഞ്ഞും ചിരിച്ചും ഒക്കെ നിന്നിങ്ങനെ പറയാം. അപ്പോൾ സോറി പറഞ്ഞു നികേഷ്. സോറി ഏട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ അന്വേഷിക്കുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പം ഓ അത് ശരി, അപ്പം നീ കോളേജിൽ നിന്ന് വരാതിരുന്ന വീട്ടിൽ 4 ദിവസം ഒരാൾക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയെന്ന് വിട്ടുകളയെന്ന് വിചാരിച്ചോടാ നീ എന്ന് ചോദിച്ചു സുധീഷ്. അല്ല സാറെന്നാ ഇവിടെ വന്നിരുന്നേ, അതെന്തിനാടാന്ന് ചോദിക്കുമ്പം നികേഷ് നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ. എടാ പറയടാ. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാന്ന് പറഞ്ഞപ്പം ഇത്രയും നേരം നീ ഇവിടെ വന്നിരുന്നപ്പോൾ നീ ഓക്കെ ആയോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ. നീ ഓക്കെ ആയോ? എടാ അതിന് മാത്രം എന്താടാ ഇപ്പം ഉണ്ടായേ? ഇത്രയും കാലം നിനക്ക് അറിയാതിരുന്നൊരു കാര്യം നീ ഇപ്പം അറിഞ്ഞു.
അതിൽ കൂടുതൽ ഇപ്പം എന്താണ് ഇവിടെ ഉണ്ടായത്? നീ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? എടാ നിനക്ക് എന്നാ, നമ്മുടെ അമ്മമാർ വേറെയാണെങ്കിലും നമ്മുടെ അച്ഛൻ ഒന്നല്ലേടാന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ചേട്ടനന്യന്മാർ തന്നെയല്ലേടാന്നൊക്കെ ചോദിച്ചു സുധീഷ്. എടാ പെർഫെക്റ്റ് ആയൊരു വീട്ടിൽ താമസിച്ചിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് നമ്മളിത് അറിഞ്ഞിട്ട് സംഭവിച്ചത് എന്നൊക്കെ എങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കണം. എടാ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ സാധാരണമാണെന്ന് കരുതിയാൽ മതിയെന്ന് സുധീഷ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നികേഷിനെ സമാധാനിപ്പിക്കുക. എടാ നികേഷേ മോനെ, ഇതിലും വലുത് വന്നാലും നമുക്ക് താങ്ങാൻ കഴിയണോടാ. നീ അത് മനസ്സിലാക്കണം. അമ്മയെ കൊന്ന് അച്ഛൻ ജയിലിൽ പോകുന്നത് സാധാരണ ഏർപ്പാട് സാധാ വീടുകളിൽ സംഭവിക്കുന്നതാണോടാ. എടാ അപ്പോൾ എന്തും താങ്ങാൻ നമ്മൾ തയ്യാറായിരിക്കണ്ടേ? അതല്ലേ ശരി? അപ്പോഴത്തേക്കും സുധീഷിനെ കെട്ടിപ്പിടിച്ച് നികേഷ് ഒരു ഒറ്റ കരച്ചിലായിരുന്നു. അങ്ങനെ ചേട്ടനും അനിയനും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുന്നു. ഇനി നീ വീട് വിട്ട് ഇറങ്ങിയൊന്നും പോകാൻ നിന്നേക്കരുത് കേട്ടോ, ഇതിവിടം കൊണ്ട് അവസാനിപ്പിച്ചേക്കണം. നീയും കൂടെ ഉള്ളപ്പോഴല്ലേടാ നമ്മുടെ വീടൊരു വീട്. നീ ഇല്ലെങ്കിൽ ഞങ്ങളുണ്ടോ? നിനക്ക് അത്രമാത്രം വിഷമമുണ്ടെങ്കിൽ നിനക്കത് എന്നോട് പറഞ്ഞാൽ പോരെ? നമ്മൾ കാറെടുത്തുനിന്ന് ചുറ്റിക്കറങ്ങി ഫ്രഷായിട്ട് തിരിച്ചു വരില്ലായിരുന്നോടാ എന്നൊക്കെ സുധീഷ് ചോദിക്കുക. എടാ ഈ സങ്കടങ്ങളെയൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് നേരിടടാ, അല്ലാണ്ട് ഇങ്ങനെ ഡാർക്കായിട്ട് ചിന്തിക്കല്ലേടാ എന്ന് പറഞ്ഞ് സുധീഷ് പറഞ്ഞു കൊടുക്കുക സുനികേഷിന്. സുഭാഷ് തൊട്ടപ്പുറം ഇന്ന് കരച്ചില്ല. നീ എൻ്റെ കാര്യം വിട, നീ സുഭാഷ് ചേട്ടനെ പറ്റി ആലോചിച്ചോന്ന് ചോദിച്ചു. പറ, നീ ആലോചിച്ചോടാന്ന് ചോദിച്ചു. അപ്പം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ പാവം. നിനക്കറിയാവോ എന്തോരം കരഞ്ഞെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ഇന്ന് രാത്രി നിന്നെ കണ്ടില്ലെങ്കിലേ ഉറപ്പായിട്ടും അറ്റാക്ക് വന്ന് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ അത് കിടന്നേനെ, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പം നിന്നെ വളർത്തി വലുതാക്കിയ സുഭാഷ് ചേട്ടനെങ്കിലും നിനക്ക് ആലോചിച്ചുകൂടായിരുന്നു നികേഷ് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ എന്തെന്ന് ചോദിച്ചു നികേഷ്. ഇരിക്കുന്നു, നീ നോക്കാൻ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും നികേഷ് വേഗം സുഭാഷിൻ്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടാന്നും പറഞ്ഞ് കാലെ പിടിച്ച് ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും അനിയനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ സുഭാഷ്. അപ്പോഴത്തേക്കും നിധിയെ വിളിക്കുക സുധീഷ്. നികേഷിനെ കണ്ടുവെന്നും പറഞ്ഞു. താൻ പറഞ്ഞെടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവനെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, അവനോട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പാവം, അവനെ അന്വേഷിച്ച് നടക്കായിരിക്കും. ഹരീഷിനോടൊന്ന് വിളിച്ചു പറയണേന്ന് പറഞ്ഞു. ശരി, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നിധി ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. നികേഷിനെ കണ്ടു വച്ചാ, അവനെയും കൂട്ടി സുഭാഷ് ചേട്ടനും സുധീഷും ഇപ്പം ഇങ്ങ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം. പക്ഷേ അദ്ദേഹം പുറത്ത് കാണിക്കുന്നില്ലേ, എന്ത് പറയണമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ആ സമയത്ത് നമ്മുടെ നിധി എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴാണ് അദ്ദേഹം ഒരു വീഡിയോ എടുത്ത് വലിക്കുന്നത്. അതുവരെ അദ്ദേഹം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്നോട് ക്ഷമിക്കേട്ടാന്ന് പറഞ്ഞ് നികേഷ് ഇങ്ങനെ സുഭാഷിൻ്റെ കാല് കെട്ടിപ്പിടിച്ച് കരയുക. ഹരീഷ് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാവം, അവൻ ആറ്റിങ്ങിലേക്ക് പോകുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ സുധീഷ്. അവനെന്തിനാ അങ്ങോട്ട് പോണേ? ഇവൻ്റെ കൂടെ പഠിക്കുന്ന ഏതൊക്കെയോ ഫ്രണ്ട്സ് ആ ഭാഗത്തുണ്ടെന്ന് അവൻ പറഞ്ഞു തന്ന കാര്യമൊക്കെ പറയാം. അവരുടെ അടുത്തേക്ക് എങ്ങാനും ഇവൻ പോയിട്ടുണ്ടാകുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ തിരിച്ചു പോരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു കേട്ടോ. നമ്മളെത്തുമ്പോഴേക്കും അവൻ എത്തിക്കോളൂ എന്നും പറഞ്ഞു. അപ്പോൾ സുഭാഷ് ഇങ്ങനെ നികേഷിനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പം സോറി സുഭാഷ് ഏട്ടാ, സോറി എന്നും പറഞ്ഞുകൊണ്ട് നികേഷ് ഭയങ്കര കരച്ചില്ല. ഞാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുഭാഷിനോട് പറയാം. ഞാൻ എൻ്റെ വിഷമം മാത്രമേ നോക്കിയുള്ളൂ, നിങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഓർത്തില്ല സുഭാഷ് ഏട്ടാ, സോറി സുഭാഷ് ഏട്ടാ, എന്നോട് ക്ഷമിക്കാനൊക്കെ പറയുമ്പം എന്താണത്, സാരമില്ലടാ പോട്ടെ, കരയില്ലേ, പക്ഷേ ഇനി മുതൽ നീ ഇങ്ങനെയൊന്നും ചെയ്തേക്കരുത് കേട്ടോ എന്ന് സുഭാഷ് പറഞ്ഞു. എന്ത് വിഷമമുണ്ടെങ്കിലും നീ ഞങ്ങളോടത് പറയേണ്ടത്, ഞങ്ങൾ പിന്നെ എന്തിനാടാ ഉള്ളത്, ഞങ്ങൾ എന്തിനാ നിൻ്റെ ഏട്ടന്മാരാന്ന് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുഭാഷ് നികേഷിനോട് ചോദിക്കാം. നിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കോളാന്ന് ചോദിച്ചു. പെട്ടെന്ന് നിങ്ങൾക്കും എനിക്ക് 2 അമ്മമാരാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. അത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്താടാ ഇത്, ആ വിഷമം എന്തായിരുന്നു എന്ന് എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെടുക. വീട്ടിൽ വന്ന പിന്നെ അത് ഓർത്ത് കുഴപ്പമാകുമോ എന്നോർത്തപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന കാര്യവും പറഞ്ഞു. അങ്ങനെയൊന്നും ഒരു കുഴപ്പവും ഇല്ലടാ നികേഷേ, നോക്ക്, ഇതൊക്കെ എന്തിനു സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു അതൊന്നും ഏട്ടന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഏട്ടൻ പറയാം, നീ ഞങ്ങളുടെ കുഞ്ഞനീന, അതെന്നും അതങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നലെ ഇന്നും നാളെ എല്ലാം അതങ്ങനെ തന്നെയായിരിക്കും. പറഞ്ഞ് മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ സുഭാഷ് നികേഷിനെ ചേർത്ത് പിടിക്കുക, സമാധാനിപ്പിക്കുക. അപ്പോൾ താൻ ചെയ്ത കാര്യത്തെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെട്ട് നമ്മുടെ നികേഷ് ഇങ്ങനെ കരയുകയും ചെയ്യുന്നു. അങ്ങനെ ഏട്ടനെയും അനിയനെയും കൂട്ടി സുധീഷ് വീട്ടിലോട്ട് പോകുക കേട്ടോ. പിന്നെ 2 പേരും കൂടി അനിയനെ ചിരിപ്പിക്കാനുള്ള ശ്രമമായി. ചിരിപ്പിച്ച് 2 പേരും കൂടെ പോവുകയാണ്. ഈ സമയത്ത് ഒരു പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അച്ഛൻ. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരീഷ് ഇങ്ങനെ തലയിലൊക്കെ തിരുമ്മി ഇങ്ങനെ നിൽക്കുന്ന വീട്ടിൽ.
അങ്ങനെ അച്ഛൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു ഹരീഷ്. പാട്ട് കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന ഒരു പൊട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ട് സൈക്കിൾ എടുത്ത് അങ്ങ് പോകുന്ന നോക്കുക. ആ സമയത്ത് എന്തിനാ ഇത്രയും ടെൻഷൻ, ഒരിടത്ത് ഇരുന്നൂടെ എന്ന് ഹരീഷിനോട് അന്നേരം നിധി ചോദിച്ചു. ആ സമയത്ത് ഷുഫ് ഷുഫ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ പിടിച്ചത് എവിടെയാ. ആ സമയത്ത് അച്ഛനും അവിടെ ഇരുന്ന് പാട്ട് പാടുക. ആ സമയത്ത് അച്ഛൻ്റെ മാനസികാവസ്ഥയെ ഓർത്തിട്ട് ഇവർക്ക് ദേഷ്യം വരികയാണ്. അപ്പം അച്ഛൻ്റേതായ ചില ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ ആ ഒരു മൈൻഡിൽ ഇരിക്കുന്നതാണ്. അതേസമയം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരീഷ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. നിധി ഇങ്ങനെ നോക്കത്ത ദൂരത്തേക്ക് കണ്ണെന്നിട്ട് നിൽക്കുന്ന സമയത്ത് അവർ വന്നു. അവരുടെ വണ്ടി കണ്ടപ്പോൾ അച്ഛൻ്റെ ശ്വാസം നേരെ വീണത്. ആരും അറിയാതെ, മക്കൾ പോലും അറിയാതെ മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ എന്ന ആ കണ്ണുകളിൽ കാണാൻ കഴിയും. അദ്ദേഹം ഇങ്ങനെ ഇവർ വരുന്നത് നോക്കി ഇങ്ങനെ പ്രതീക്ഷകളോടെ ഇരിക്കുക. നികേഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഒരു ദീർഘശ്വാസം വിട്ട് അച്ഛൻ അവിടെ ഇരിക്കുക. എടാ നികേഷ് മോനെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് ഓടിച്ചെന്നു. ഇങ്ങോട്ട് നടക്കണം ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് ഹരീഷ് കൊണ്ടുവരാം നികേഷിനെ. അപ്പോൾ നീ എങ്ങോട്ടാണ് മോനെ പോയെന്ന് ചോദിച്ചുകൊണ്ട് ഹരീഷ് എന്നിട്ട് നികേഷിനെയും കുട്ടി അകത്തേക്ക് കയറി പോകുക കേട്ടോ. ആ സമയത്ത് നിധി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അച്ഛൻ ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു വീഡിയോ എടുത്തങ്ങ് വലിച്ചു. അങ്ങനെ നികേഷിനെ കൊണ്ടുവന്ന് കസേരയിൽ നടുക്കിയിരുത്തി. എന്നിട്ട് ഹരീഷ് ഇങ്ങനെ ചുറ്റിനും നിൽക്കുക. എവിടേക്കാടാ പോയേ, നീ എവിടേക്കാ പോയേ, എടാ വാ തുറന്ന് പറയടാ, എങ്ങോട്ടാണ് നീ പോയേ, എന്തിനാടാ നീ പോയേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. സുധീഷും നിധിയും ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എടാ പറയടാന്നും പറഞ്ഞു ഭയങ്കര കരച്ചിൽ ഹരീഷ്. അപ്പോഴത്തേക്ക് സുഭാഷ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഹരീഷേ എടാ വേണ്ടടാ പാവം, എടാ പകൽ മുഴുവൻ നടന്ന് അലഞ്ഞാന്ന് പറയുമ്പം പാവല്ലേ ഇവൻ, നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയാവോടാന്ന് ചോദിച്ചുകൊണ്ട് ഹരീഷ് കരഞ്ഞുകൊണ്ട് നികേഷിനോട് പറയുക. നിൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും ഞാൻ കയറി ഇറങ്ങി, ഈ സിറ്റി മുഴുവനും ഞാൻ നോക്കിയില്ലേടാന്നൊക്കെ ഹരീഷ് ഇങ്ങനെ നികേഷിനോട് പറയുന്നു. നിധിക്ക് കരച്ചിൽ വരുന്നുണ്ടേ. എടാ ഞാൻ മാത്രമല്ല എല്ലാവരും ഓടുമായിരുന്നു, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. എവിടെയൊക്കെ പോയെന്ന് നിനക്കറിയാം, ഞങ്ങൾ ഭ്രാന്ത് പിടിച്ചതുപോലെ അലയായിരുന്നടാ, നിനക്കറിയോ. എടാ എവിടേക്കാടാ നീ പോയേ, എവിടേക്കാണ് നീ പോയെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഹരീഷ് ഇങ്ങനെ നികേഷിനോട് ചോദിക്കുക. നികേഷ് ഇരുന്ന് കരയൊന്നും പറയുന്നില്ല. എടാ ഞങ്ങൾ അന്വേഷിക്കുന്നു നിനക്കറിയില്ലേ, എങ്ങോട്ടാണ് നീ പോയേ പറയടാന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് ഭയങ്കര കരച്ചിൽ. അന്നേരം ഹരീഷ് ഏട്ടാന്ന് പറഞ്ഞ് നികേഷ് ഹരീഷിനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ആ സ്നേഹം കണ്ടപ്പോൾ നിധിക്കും സഹിച്ചില്ല. നിധിക്കും ഭയങ്കരമായിട്ട് കരച്ചിൽ വരിക. നിധിയും ഭയങ്കര കരച്ചിൽ കേട്ടോ. അപ്പോൾ എത്രമാത്രം പേടിച്ച് പോയെന്ന് നിനക്കറിയാവോടാന്ന് ഹരീഷ് ഇങ്ങനെ അനിയനോട് ചോദിക്കുക. നീ പോയിട്ട് ഞങ്ങൾ മാത്രം എന്തിനാടാ ഇവിടെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഇനി ഇത് ആവർത്തിക്കലടാ നികേഷേ, ഇനി നീ ഇങ്ങനൊന്നും ചെയ്യലടാ നികേഷേ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് ഭയങ്കര കരച്ചിലേ. അപ്പോൾ കരയാതെ സന്തോഷമായിട്ടിരിക്കണം എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കാം. ഇതേ എന്തിനാ നികേഷ് നീ ഇങ്ങനെ ചെയ്തത്, ഹരീഷ് ഒന്ന് മാറിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ നികേഷ് ഇങ്ങനെ ഇരിക്കാം. തിരിച്ചു വന്നപ്പോൾ താലവും വിളക്കും എടുക്കാൻ മറന്നുപോയി, അതും കൂടെ വേണമായിരുന്നല്ലേ എന്ന് നിധി നികേഷിനോട് ചോദിക്കാം. നികേഷ് ഇങ്ങനെ തല കുനിച്ച് തന്നെ നിൽക്കുക, ഒന്നും മിണ്ടാതെ. നിധിക്കും ദേഷ്യം വന്നു. നിധിക്ക് സങ്കടം കൊണ്ടുള്ള ദേഷ്യമായിട്ട്, വലിയ വീര നായകനായിട്ടല്ലേ വന്നത് അല്ലേ എന്നൊക്കെ നിധി ചോദിക്കാം. ഏട്ടന്മാരെ മുഴുവൻ തോൽപ്പിക്കാൻ തീരുമാനിച്ചു പോയതല്ലേ, അവർ തോറ്റു, നീ ജയിച്ചു അല്ലേ നികേഷ് എന്ന് നിധി ഇങ്ങനെ നികേഷിനോട് ചോദിക്കുമ്പം ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് നിധിയെ നികേഷ് ഇങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പം നിധി ഇങ്ങനെ നികേഷിനെ തന്നെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.